2024 മെയ് 12 മുതൽ 2024 മെയ് 18 വരെ, അതായത് 1199 ആണ്ട് മേടം 29 മുതൽ ഇടവം 4 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടം രാശിയിലുള്ളത്. മേടക്കൂറിൽ ജനിച്ചവർ പൊതുവെ തീക്ഷ്ണ സ്വഭാവികളായിരിക്കും. സുഹൃത്ത് ബന്ധങ്ങളെ വളരെയധികം വിലമതിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. ഈ ആഴ്ച ഇവർക്ക് ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾ, അസുഖങ്ങൾ എന്നിവയിൽ നിന്ന് ശമനം കിട്ടും. ശത്രുക്കളുടെ ഉപദ്രവത്തിന് കുറവുണ്ടാവും. ഗ്രഹം മൂടി പിടിപ്പിക്കും. അനുഭവ ഗുണം വർദ്ധിക്കും. ബന്ധുഗുണം കുറയും. ശയനസുഖം, മൃഷ്ടാന്ന ലാഭം എന്നിവ സിദ്ധിക്കും. വാക്കുപാലിക്കാൻ സാധിക്കും. ബഹുജനങ്ങളുടെ മേൽ അധികാരം നേടാൻ സാധിക്കുന്നതാണ്. ശത്രുക്കളോട് രമ്യതയിലെത്തും. ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുന്നതും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇടവക്കൂറിൽ ജനിച്ചവർ പൊതുവെ സൗമ്യ സ്വഭാവികളും വാദപ്രകൃതിയുമായിരിക്കും. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു ശക്തിക്കും ഇവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഈ ആഴ്ച ഇവർക്ക് പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദേഹസുഖം കുറയും. അലച്ചിലിന് സാധ്യതയുണ്ട്. ദ്രവ്യനാശം, സ്ഥാനഭ്രംശം എന്നിവ കാണുന്നു. ജോലിഭാരം വർദ്ധിക്കും. മേലധികാരികളുടെ അപ്രീതി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും മഹാവിഷ്ണുവിന് വിളക്ക്, മാല, നിവേദ്യം എന്നിവ സമർപ്പിക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. അടുത്തതായി മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഈ രാശിയിൽ ജനിച്ചവർക്ക് നൂതനമായ ആശയങ്ങളോട് വളരെയധികം ആഭിമുഖ്യമുണ്ടാവും. മാറ്റങ്ങളോടുള്ള ക്രിയാത്മകമായ സമീപനമാണ് ഇവരുടെ മുഖമുദ്ര. ഈ ആഴ്ച ഇവർക്ക് സൽക്കർമ്മങ്ങൾ നിഷ്ഫലമായി തീരും. ശയനസുഖം, ദ്രവ്യനഷ്ടം, കാര്യലാഭം, അകാരണമായ ഭയം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മനസ്സന്തോഷം, ഭാര്യാപുത്ര ഗുണം, ബന്ധുസൗഖ്യം എന്നിവയ്ക്കും യോഗമുണ്ട്. തൊഴിൽ തടസ്സവും പണത്തിനു വേണ്ടിയുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായി വരും. സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായ തുകയെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചേക്കാം. ശിവപ്രീതി വരുത്തുന്നതും വിഷ്ണുപ്രീതി വരുത്തുന്നതും ദോഷഫലങ്ങളുടെ കാഠിന്യത്തെ കുറയ്ക്കും. അടുത്തതായി കർക്കിടക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക്കൂറിലുള്ളത്. ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറാനും സാഹചര്യങ്ങളെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാനും അസാമാന്യമായ കഴിവുള്ള ആൾക്കാരായിരിക്കും കർക്കിടകക്കൂറിൽ ജനിച്ചവർ. ഇവർ കറകളഞ്ഞ കുടുംബസ്നേഹികളായിരിക്കും. ഈ ആഴ്ച ഇവർക്ക് സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഭാര്യയ്ക്ക് ക്ലേശങ്ങൾക്ക് സാധ്യത. സ്ഥാനാന്തരപ്രാപ്തി, ഐശ്വര്യം, ശുഭകർമ്മങ്ങൾക്ക് ഫലം ലഭിക്കുക എന്നിവ കാണുന്നു. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. കാര്യതടസ്സം, വസ്ത്രലാഭം, അപമാനം എന്നിവയ്ക്കും സാധ്യത കാണുന്നു. ഭാഗ്യതടസ്സം, പശുക്കൾക്കും ബന്ധുക്കൾക്കും നാശം എന്നിവയും സംഭവിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ശാസ്താവിനെ ഭജിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കും. അടുത്തതായി ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ചിങ്ങക്കൂറിൽ ജനിച്ചവർ പൊതുവെ തീക്ഷ്ണ സ്വഭാവികളായിരിക്കും. അസാമാന്യമായ നേതൃപാടവം പ്രദർശിപ്പിക്കും. മറ്റുള്ളവരുടെ പ്രശംസ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ചിങ്ങക്കൂറിൽ ജനിച്ചവർ. മുഖസ്തുതിയിൽ മയങ്ങാതിരിക്കാൻ ഇക്കൂട്ടർ പരിശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് ഈ ആഴ്ച എല്ലാ കാര്യത്തിലും മന്ദത തുടരും. അലച്ചിലും ദൂരയാത്രയും വേണ്ടിവരും. മനപ്രയാസവും രക്തസംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. വായു സംബന്ധമായ രോഗങ്ങൾ അലട്ടും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. ബന്ധുസമാഗമം ഉണ്ടാകും. ദോഷങ്ങൾ ശമിക്കാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്ര പുഷ്പാഞ്ജലിയും ശാസ്താവിന് എള്ളു നിവേദ്യവും നടത്തുക. അടുത്ത കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രമുക്കാൽ, അത്തം, ചിത്തിരാര എന്നിവ ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറിൽ ജനിച്ചവർ സ്വന്തം കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും ഉയർച്ചയിലെത്തുന്നവരാണ്. ഇവർക്ക് നല്ല വിവേകമുണ്ടായിരിക്കും. ഈ ആഴ്ച ഈ കൂട്ടർക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാകും. സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളെ കണ്ടുമുട്ടും. ശത്രുനാശവും രോഗശാന്തിയും പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം കുറയും. നയനരോഗങ്ങൾക്ക് സാധ്യത. ആഭരണ ലാഭം, പുത്രസൗഖ്യം,
മനസ്സന്തോഷം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. കാര്യലാഭവും ആജ്ഞാസിദ്ധിയും സാമർഥ്യവും ഉണ്ടാവും. ശിവപ്രീതി വരുത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. തുലാക്കൂറിൽ ജനിച്ചവർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരായിരിക്കും. ന്യായവാദികളായിരിക്കും. ഇവർക്ക് ഈ ആഴ്ച സർക്കാർ സംബന്ധമായ നടപടികൾക്ക് സാധ്യതയുണ്ട്. കഠിന ദുഃഖവും ബന്ധനവും മാർഗസഞ്ചാരവും ഉണ്ടാകും. ഉദരരോഗത്തിനും ധനനാശത്തിനും സാധ്യത കാണുന്നു. പുത്രന്മാരെ ചൊല്ലി ദുഃഖത്തിന് സാധ്യത. കലഹപ്രിയത്വം ഉണ്ടാവും. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾ ഉണ്ടാവും. ദേവീപ്രീതി വരുത്തുന്നതും ശ്രീകൃഷ്ണപ്രീതി വരുത്തുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കും. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രം എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. വൃശ്ചികക്കൂറിൽ ജനിച്ചവർ വളരെയധികം ആത്മവിശ്വാസമുള്ളവരായിരിക്കും. ആർക്കും വഴങ്ങുന്ന സ്വഭാവക്കാരായിരിക്കില്ല. നല്ല പ്രതിഭാശാലികളായിരിക്കും. ഇവർക്ക് ഈ ആഴ്ച സന്താനങ്ങൾക്ക് രോഗദുരിതത്തിന് സാധ്യത കാണുന്നുണ്ട്. മനക്ലേശം, രോഗദുരിതങ്ങൾ എന്നിവ നേരിടേണ്ടതായി വരാം. കാര്യവിജയവും സൗഭാഗ്യ അനുഭവങ്ങളും ശത്രുക്കളുമായി രമ്യതയും ഉണ്ടാകും. കുടുംബത്തിലോ തൊഴിലിടത്തിലോ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായി വരും. ധനവർദ്ധനവ് ഉണ്ടാകും. അധ്വാനഭാരം വർദ്ധിക്കും. വാക്സാമർഥ്യവും ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾക്കും ബന്ധുസമാഗമത്തിനും സാധ്യത കാണുന്നു. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശാസ്താപ്രീതി വരുത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്കും രക്തപുഷ്പാഞ്ജലിയും നടത്തുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കും. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ധനുക്കൂറിൽ ജനിച്ചവർ നല്ലപോലെ ചിന്തിച്ച് മാത്രമേ ഏത് കാര്യവും പ്രവർത്തിക്കുകയുള്ളൂ. ഇവർ സത്യവാദികളായിരിക്കും. ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച നാൽക്കാലി ലാഭവും ആരോഗ്യവും സർവാഭീഷ്ട സിദ്ധിയും കാണുന്നുണ്ട്. ഉദരരോഗത്തിനും ജ്വരത്തിനും സാധ്യത. ഭാര്യാപുത്രാദികളോട് കലഹമുണ്ടാവാം. കുടുംബസുഖം കുറയും. ബന്ധുസൗഖ്യവും ഗുരുജനങ്ങളുടെ അനുഗ്രഹവും ഉണ്ടാകും. ദൈവാധീനം കുറയും. ദുഃഖങ്ങളും ശത്രുക്കളും നശിക്കും. അഗ്നിഭയം ഉണ്ടാകും. ബന്ധനത്തിനും ഭയത്തിനും സാധ്യത കാണുന്നു. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ദേവീപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക. അടുത്തതായി മകരക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. മകരക്കൂറിൽ ജനിച്ചവർ പൊതുവെ കുടുംബസ്നേഹികളായിരിക്കും. യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. മടി, അലസത എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് ഈ ആഴ്ച ധനനാശം, സുഖഹാനി, ശക്തിക്കുറവ് എന്നിവ കാണുന്നു. ദൈവാധീനവും ശത്രുക്കൾക്ക് മേൽ വിജയവും ഉണ്ടാകും. ധനലാഭവും ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധിയും ഉണ്ടാകും. ബന്ധുജന സഹവാസവും അധികാരവും സിദ്ധിക്കും. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. വാഹനലാഭത്തിനും വസ്ത്രലാഭത്തിനും സാധ്യത കാണുന്നു. കാര്യാദികൾക്ക് വിഘ്നത്തിന് യോഗമുണ്ട്. ദുർഗാപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കും. അടുത്തതായി കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. കുംഭക്കൂറിൽ ജനിച്ചവർ വളരെയധികം പിശുക്കുള്ളവരായിരിക്കും. സഹായികളെപ്പോലും അവിശ്വസിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. സഞ്ചാര നിമിത്തം സുഖാനുഭവങ്ങൾ സിദ്ധിക്കാൻ ഇവർക്ക് യോഗമുണ്ട്. ഈ ആഴ്ച ഇവർക്ക് വിഷഭയം, പരദേശഗമനം, സ്വജനങ്ങളുടെ വേർപാട് എന്നിവ അനുഭവിക്കേണ്ടതായി വരാം. മനോവിഷമത്തിനും വിദ്യാതടസ്സത്തിനും സാധ്യത കാണുന്നു. സർക്കാർ തലത്തിൽ പ്രതികൂല നടപടികൾക്ക് സാധ്യത. സുഖഹാനി ഉണ്ടാവും. ശിവപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കും. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. മീനക്കൂറിൽ ജനിച്ചവർ പൊതുവെ സദാചാരനിഷ്ഠയുള്ളവരായിരിക്കും. ഭക്തികാര്യങ്ങളിൽ ധാരാളം സമയവും പണവും ചെലവഴിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. ഇവർക്ക് ഈ ആഴ്ച ദേഹസുഖം കുറയും. കാര്യങ്ങൾക്ക് ഭംഗം സംഭവിക്കും. അലച്ചിലും ബുദ്ധിമുട്ടും അകാരണമായ ശത്രുതയും അലട്ടും. വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും. ആഡംബര ജീവിതത്തിന് യോഗം കാണുന്നുണ്ട്. സ്ഥാനാന്തരപ്രാപ്തിയും ധനവൃദ്ധിയും ഉണ്ടാകും. കാര്യസാധ്യത്തിന് അക്ഷീണ പ്രയത്നം വേണ്ടതായി വരും. ദോഷപരിഹാരത്തിനായി വിഷ്ണുപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുന്നത് അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ ഈ ചാനൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം. അത് ഞങ്ങൾക്ക് വളരെയധികം സഹായമായിരിക്കും. കൂടുതൽ നല്ല
പരിപാടികളുമായി നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിരിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ആഴ്ചത്തേക്ക് ബൈ.